ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ മാന്നാർ ചക്ക ബിരിയാണി ഉണ്ടാക്കാം. ഈ ചക്കയും കൊണ്ട് നമ്മൾ മാന്നാർ ചക്ക ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലിട്ട് കിടക്കാം. മാന്നാർ ചക്ക ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു വരിക്കച്ചക്ക എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ചക്ക നേരെ വെച്ച ശേഷം ഒരു മുളങ്കമ്പ് അതിൻ്റെ കൂഞ്ഞി ഇരിക്കുന്ന ആ ഭാഗത്തോട്ട് നമുക്ക് അടിച്ച് വയ്ക്കാം. ഇത് കയ്യിൽ അരക്ക് പറ്റാതിരിക്കാനും കത്തി കയ്യിൽ കൊള്ളാതിരിക്കാനുമായിട്ടാണ് നമ്മൾ ഈ കമ്പ് ഉപയോഗിച്ച് തറച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചക്ക ചെത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെത്തിയെടുക്കാം. കത്തി കയ്യിൽ കൊള്ളുമെന്നുള്ള പേടി ആർക്കും വേണ്ട ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ. അതുപോലെ തന്നെ ചക്കയിലുള്ളതായ അരക്ക് അതും കയ്യിൽ പറ്റത്തില്ല. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് നമുക്ക് ആ ചക്ക ചെത്തിയെടുക്കാൻ സാധിക്കും. എത്ര വലിയ ചക്കയാണെങ്കിലും ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെത്തിയെടുക്കാവുന്നതാണ് ഈ വിധത്തിലാണെങ്കിൽ. അങ്ങനെ ചക്കയുടെ മുള്ള് അല്ല ചക്കയുടെ മടൽ നമ്മൾ ചെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ വെള്ളഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ആ മടലിരിക്കുന്ന ഭാഗങ്ങളാണ് ആ വെളുത്തിരിക്കുന്നത്, അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ചക്കയുടെ പുറത്ത് പറ്റിയിരിക്കുന്ന അരക്ക് ഒരു ഇല ഉപയോഗിച്ച് നമുക്ക് തൂത്ത് കളയാം. അപ്പോഴും നമ്മുടെ കയ്യിൽ പറ്റുന്നില്ല. ഇലയിൽ അരക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇല കൊണ്ട് നമ്മൾ അത് തുടച്ചെടുക്കുന്നത്. ഈ മെത്തേഡ് എല്ലാവരും ഉപയോഗിച്ച് ചക്ക കൈകാര്യം ചെയ്യണേ. ഇനി നമുക്ക് ആ കമ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ ചക്ക വെട്ടിയിടാൻ നമുക്ക് തുടങ്ങാം. അതിന് ചെറിയൊരു പലകപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അത് വെട്ടിയിടുന്നത്. മണ്ണൊന്നും പറ്റാതിരിക്കാനാണ് നമ്മൾ പലകപ്പുറത്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ചക്ക വെട്ടിയിടാം. ചുണ്ടില്ലാത്ത കത്തിയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വെട്ടിയിടാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആ ചക്കച്ചുള വെട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചക്ക ക്ലീനാക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. കയ്യിൽ അരക്ക് പറ്റും, അല്ല കത്തി കൊള്ളും എന്നുള്ള ഭയവും പേടിയും ഒന്നും ആർക്കും വേണ്ട. ഈ മെത്തേഡ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്താൽ എത്ര വലിയ ചക്കയും നമുക്ക് വളരെ ഈസിയായിട്ട് നിഷ്പ്രയാസം ഇതേപോലെ നമുക്ക് വെട്ടിയിടാൻ സാധിക്കും. അതുകൊണ്ട് ഈ മെത്തേഡ് എല്ലാവരും ഉപയോഗിച്ച് നോക്കണേ. ഇത് നമ്മളിവിടെ മാന്നാർ ചക്ക ബിരിയാണി അല്ലെങ്കിൽ എല്ലും ചക്കയും നമ്മൾ ഉണ്ടാക്കുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് അവസാനം വരെ കണ്ടു നോക്കാം. അവസാനം ഭാഗത്താണ് അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള സീക്രട്ടും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ അവസാന ഭാഗം വരെ കാണുവാൻ ശ്രമിക്കുക. ഇനി നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന ആ ചക്ക നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചക്കച്ചുളയിൽ നിന്നും ചകണി നമ്മൾ പറിച്ച് മാറ്റുകയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ആ ചകണി എടുത്ത് കളയാൻ പറ്റും. ഇങ്ങനെ വെട്ടിയിട്ടാൽ അങ്ങനെ നമ്മൾ ആ ചകണി ചക്കയിൽ നിന്നും ചക്കച്ചുളയിൽ നിന്നും ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചകണിയെല്ലാം നീക്കം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ മെത്തേഡ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ.
അങ്ങനെ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ല് കറി വയ്ക്കാനായിട്ട് ഒരു ചരുവം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ടൊരു 100 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായ ശേഷം 2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഒരു 6 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അത് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. സവാള ഒരുമാതിരി വഴണ്ട ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു 4 തക്കാളി ആ സവാളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഒരു 7 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. ഒരു 2 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അത് വഴറ്റിയെടുക്കുക, എല്ലാം കൂടെ ഒന്നിച്ച്. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരു 1.5 സ്പൂൺ ഉപ്പും കൂടി അതിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. പിന്നെ കറിയിൽ ഇടുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ഇടാവൂ. നമ്മൾ സവാള വഴറ്റാൻ ഉപ്പിട്ടതുകൊണ്ട് അധികം ഉപ്പ് പിന്നെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ സവാളയെല്ലാം വഴറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് വഴണ്ട് പോവാതെ ശ്രദ്ധിക്കണം. ഏതാണ്ട് ഈ പരുവം മതി. ഇനി നമുക്ക് പൊടിവർഗ്ഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറേശ്ശെ കത്തിക്കാവൂ, കരിഞ്ഞു പോകരുത്. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് വീട്ടിൽ പൊടിച്ചിരിക്കുന്ന ഒരു 3 സ്പൂൺ ഇറച്ചി മസാലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചെറുതായ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് 1 മിനിറ്റ് മതിയാവും. അത് പൊടിയെല്ലാം മൂത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്രയും വെള്ളം മതിയാവും. ഇതാണ് നമ്മുടെ എല്ല് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാണിത്. അത് നമുക്ക് ആ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. മസാല തിളച്ചായിരുന്നു. ആ എല്ല് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്ത വൃത്തിയാക്കിയ എല്ല് നമ്മൾ ആ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ചക്കയും എല്ലും അല്ലെങ്കിൽ എല്ലും ചക്കയുമാണ് ഉണ്ടാക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചക്ക ബിരിയാണി എന്നൊക്കെ പറയും. നമുക്ക് നന്നായിട്ട് ആ എല്ല് ആ മസാലയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏതാണ്ടൊരു 1.25 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. നമുക്ക് അടച്ചു വയ്ക്കാം. അത് വേവുന്ന സമയം കണ്ട് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ആ ചക്ക കീറിയെടുക്കാം. അതിൻ്റെ കുരുവെല്ലാം നമുക്ക് കളയാം. ചക്കക്കുരു മാറ്റിയ ശേഷം നമുക്ക് ചക്കച്ചുള ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടാൽ മതി. കത്തിയുടെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആ ചക്കച്ചുള കൈകൊണ്ട് മുറിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള പണിയാണിതൊക്കെ. ചക്ക വേവിക്കാനായിട്ട് ചക്ക നല്ല വേവുന്ന ചക്കയാണെങ്കിൽ നമുക്കിതേപോലെ കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതിയാവും.
അത് നല്ലവണ്ണം വെന്ത് കിട്ടും. വേവാത്ത സൈസ് ചക്കയാകുമ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടേണ്ടതായിട്ട് വരുന്നത്. ചക്കക്കുരുവും നമ്മൾ മറ്റൊരു പാത്രത്തിൽ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചക്കയ്ക്ക് അരയ്ക്കാൻ ആവശ്യമായ ഒരു മുറി തേങ്ങ, ഒരു കുടം വെളുത്തുള്ളി, ഒരു സ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നമുക്ക് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അത് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ചതച്ചാൽ മതി. ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് മിക്സിയിലിട്ട് നമ്മൾ ചതച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ല് കറി എന്തായെന്ന് നോക്കാം. അടപ്പ് തുറന്ന് നമ്മൾ ഇളക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വെന്തോ എന്ന് നോക്കാം. ആയിട്ടില്ല, കുറച്ചുകൂടെ ആകാനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലും ചക്കയും ഇവിടെ തയ്യാറാക്കാൻ പോവുകയാണ്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഒരു അര സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഉപ്പ് നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കാവൂ. നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. റെഡിയാണ്, ഉപ്പുണ്ട്. ഉപ്പൊരു ശകലം മുമ്പിൽ നിന്നാൽ മതി. അപ്പോൾ നമുക്ക് ചക്കയ്ക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. കുറവാണെങ്കിൽ നമുക്ക് ചക്കയിട്ട ശേഷം വീണ്ടും ശകലോടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നോക്കാം. ഉപ്പ് റെഡിയാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി കീറി വെച്ചിരിക്കുന്ന ചക്കച്ചുള അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 കിലോ എല്ലാണ് ഞാനിവിടെ കറി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 കിലോ ചക്കയും കൂടി തയ്യാറാക്കി വെച്ചത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ചക്ക ആ എല്ല് കറിയുടെ മുകളിലിട്ട ശേഷം ഒരു 80% എല്ല് വെന്ത ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അതിൻ്റെ പുറത്ത് ചക്കച്ചുള ഇട്ട ശേഷം നമ്മൾ ആ മസാല, ചക്കയുടെ മസാല, തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ച് ചതച്ച ആ മസാലയും കൂടെ അതിൻ്റെ പുറത്ത് ഇട്ട് ഒന്ന് അമർത്തി കൊടുത്ത ശേഷം നമ്മൾ അടപ്പ് കൊണ്ട് അടയ്ക്കും. ഇനി ഒരു 20 മിനിറ്റിനകം നമ്മുടെ എല്ലും ചക്കയും റെഡിയാവുന്നതായിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടില്ല, നമ്മുടെ ചക്ക കുറച്ചുകൂടെ വെന്ത് കിട്ടാനുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തതയാർന്ന ചക്ക ബിരിയാണി നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലും ചക്കയും എന്നും പറയും. നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഏതാണ്ട് ചക്ക വേവാറായിട്ടുണ്ട്. ചക്ക അലിയാൻ തുടങ്ങി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. നമുക്കൊന്നുകൂടെ അത് അമർത്തി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വെന്ത് കഴിയുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചക്ക വെന്ത് ഇരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിടാം അടുപ്പിൽ വെച്ച് തന്നെ. ഏതെങ്കിലും ചക്ക ഇനിയും വേവാതെ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വേവിക്കാനാണ് നമ്മളൊന്നുകൂടെ ഇളക്കി കൊടുക്കുന്നത്. ഇനി തവി കൊണ്ട് ഇളക്കിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഒരു തുടിപ്പ് വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. തവി കൊണ്ട് ഇളക്കിയാൽ തവി വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച ശേഷം നമുക്ക് ഇനിയെല്ലാം നമ്മുടെ ചക്ക വെന്തിരിക്കുകയാണ്. നമ്മുടെ എല്ലും ചക്കയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കത് അടച്ചു വെച്ച്
ഒന്ന് കടുക് വറുത്തെടുക്കാം. ഈ ലാസ്റ്റ് ഈ കടുകും കൂടി വറുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതോടെ അതിൻ്റെ തൊട്ട് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. സവാള മൂത്ത ശേഷം ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ കടുക് വറക്കൽ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ചിലർ പറയും താളിക്കുക എന്നൊക്കെ പറയും. അത് നമുക്ക് ആ ചക്കയ്ക്കകത്തോട്ട് എല്ലും ചക്കയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. കടുക് വറുത്തത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ തുടിപ്പ് കൊണ്ടാണ് ഇളക്കുന്നത്. നമുക്കത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലും ചക്കയും അല്ലെങ്കിൽ ചക്ക ബിരിയാണി കേരള സ്പെഷ്യലാണ്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇങ്ങനെ നമ്മുടെ എല്ലും ചക്കയും ഇളക്കി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് കോരി വയ്ക്കാൻ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം, എങ്ങനെയുണ്ട് എന്നറിയണമല്ലോ. ഇതാണ് നമ്മുടെ എല്ലും ചക്കയും അല്ലെങ്കിൽ ചക്ക ബിരിയാണി എന്ന് പറയുന്നത്. വളരെ രുചികരമായിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള എല്ലും ചക്കയും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വരൂ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ നോക്കും, കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് വേണം പറയാം. അടിപൊളി ചക്ക ബിരിയാണി, സൂപ്പർ. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.